www.hubburrasool.net. ഫിത്ർ സക്കാത്ത് എപ്പോഴാണ് നൽകേണ്ടത്? ഫിത്ർ സക്കാത്ത് നൽകാൻ ഏറ്റവും ഉത്തമമായ സമയം പെരുന്നാളിന്റെ അന്ന് രാവിലെ സുബഹിയുടെ ശേഷം പെരുന്നാൾ നിസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുമ്പായി നൽകുക. ഇതാണ് ഏറ്റവും ഉത്തമമായ സമയം. പെരുന്നാളിന്റെ സുബഹിക്ക് ശേഷം പെരുന്നാൾ നിസ്കാരത്തിന് പുറപ്പെടുന്നതിന്റെ മുമ്പായി സക്കാത്തുൽ ഫിത്ർ നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചിരുന്നുവെന്ന് സ്വഹാബത്ത് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം കുടുംബത്തിലുള്ള അവകാശികളെ പരിഗണിച്ചുകൊണ്ടോ അയൽവാസികളെ പരിഗണിച്ചുകൊണ്ടോ ഒക്കെ ആണെങ്കിൽ നിസ്കാര ശേഷത്തേക്ക് പിന്തിച്ചു വെക്കാം. അങ്ങനെ കാരണം മുഖേന അല്ലാതെ നിസ്കാര ശേഷത്തേക്ക് പിന്തിച്ചു വെക്കുന്നത് കറാഹത്താണ്, ഹറാമില്ല. നിർബന്ധമായും പെരുന്നാൾ ദിവസം സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പ് കൊടുത്തിരിക്കണം. അവിടുന്ന് അങ്ങോട്ട് പിന്തിച്ചു വെക്കുന്നത് എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഹറാമാകുന്നു. എന്നാൽ കൊടുക്കാൻ ആവശ്യമായ സമ്പത്തുണ്ട്, അവകാശികളുമുണ്ട്. എന്നാൽ ഇനി കുടുംബത്തെ പരിഗണിച്ചുകൊണ്ടാണെങ്കിൽ പോലും മഗ്‌രിബിന് ശേഷത്തേക്ക് പിന്തിച്ചു വെക്കാൻ പാടില്ല, മഗ്‌രിബിന് മുമ്പ് കൊടുക്കണം. അഥവാ ഇനി ഒരാൾ അങ്ങനെ പിന്തിച്ചു വെച്ചാൽ എത്രയും പെട്ടെന്ന് കൊടുക്കേണ്ടതാണ്. അങ്ങനെ കൊടുത്താലും സക്കാത്ത് വീടും, അത് ഖളാ ആയിത്തീരും. ഇനി ഇവിടെ റമദാൻ 1 മുതൽക്ക് തന്നെ ഫിത്ർ സക്കാത്ത് മുൻകൂറായി കൊടുക്കുന്ന ഒരു രൂപമുണ്ട്. നമ്മുടെ നാടുകളിലൊക്കെ ചിലർ അങ്ങനെ ചെയ്യാറുണ്ട്. റമദാനിന്റെ മുമ്പേ ഏതായാലും കൊടുക്കാൻ പറ്റില്ല. റമദാൻ ആയത് മുതൽക്ക് വേണമെങ്കിൽ ഫിത്ർ സക്കാത്ത് മുൻകൂറായി നൽകാവുന്നതാണ്. അങ്ങനെ മുൻകൂറായി നൽകിയത് കൊണ്ട് ഫിത്ർ സക്കാത്ത് വീടണമെങ്കിൽ ആ മുൻകൂറായി നമ്മൾ നൽകിയ ആ വ്യക്തി, എന്നാൽ നമ്മളിൽ നിന്ന് സക്കാത്ത് വാങ്ങിയ ആ അവകാശി പെരുന്നാൾ രാവിന്റെ റമദാനിന്റെ അവസാനത്തെ പകൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ അദ്ദേഹം സക്കാത്തിന്റെ അവകാശി ആ രൂപത്തിൽ ജീവിച്ചിരിക്കണം. ആ മുൻകൂറായി നാം സക്കാത്ത് നൽകിയ വ്യക്തി സക്കാത്തുൽ ഫിത്ർ നിർബന്ധമാകുന്ന റമദാനിന്റെ അവസാന ഘട്ടത്തിൽ സക്കാത്തിന്റെ അവകാശിയായ രൂപത്തിൽ ജീവിച്ചിരിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് നൽകിയതുകൊണ്ട് സക്കാത്ത് വീടില്ല. അപ്പൊ അത്രയും വിഹിതം രണ്ടാമത് നമ്മൾ മറ്റൊരവകാശികൾക്ക് നൽകാൻ നിർബന്ധമായി തീരും. ഉദാഹരണത്തിന് റമദാൻ 1 നമ്മൾ ഫിത്ർ സക്കാത്തിന്റെ ഒരു വിഹിതം ഒരാൾക്ക് നൽകി. ആ വാങ്ങിപ്പോയ ആൾ റമദാൻ 28 മരണപ്പെട്ടു എന്ന് സങ്കല്പിക്കുക. എങ്കിൽ അദ്ദേഹത്തിന് നൽകിയ ആ വിഹിതം കൊണ്ട് സക്കാത്ത് വീടൂല. അത്രയും വിഹിതം രണ്ടാമത് നൽകേണ്ടി വരും. മുൻകൂറായി നൽകുമ്പോൾ വാങ്ങിയ വ്യക്തി സക്കാത്തിന്റെ അവകാശിയായ രൂപത്തിൽ റമദാനിന്റെ അവസാന സമയത്ത് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലേ അദ്ദേഹത്തിന് നൽകിയതുകൊണ്ട് സക്കാത്ത് വീടും.